ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നാളെ ആശയുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായി കുറച്ച് തിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ശനിയാഴ്ച ഈവനിങ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പം ഞാനും ആദ്യം കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. കാരണം നാളെ മോർണിംഗ് മേക്കപ്പിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. അതായത് ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചേച്ചിയുടെ അവിടെ പോകണം. അപ്പോൾ അതിനുള്ള പ്ലാനിങ് എത്ര മണിക്ക് പോകും, എന്തൊക്കെ ചെയ്യണം, പിന്നെ കുറച്ച് കേക്ക് കട്ടിങ് പരിപാടികൾ, അങ്ങനെ എക്സെട്രാ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആർഷിയുടെ വീടെത്തി തന്നെ കുട്ടീസുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും ആർഷി ഒരുവിധം മൈലഞ്ച് വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഇതൊക്കെ അവളുടെ കലാവിരുതാണ് ഉള്ള റൂമിലുള്ളത്. പിന്നെ തക്കുളുവിനെ കണ്ടു. തക്കുളു ആകെ ക്ഷീണിച്ച് ടയർഡായിരിക്കുകയാണ്. പിള്ളേരിനെ ഒക്കെ നോക്കിയത് രാവിലെ മുതൽ അവളായിരുന്നു. അവൾക്ക് മതിയായിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഫ്രണ്ടും കൂടിയുണ്ട്. അപ്പോൾ അവൾ ഓൺ ദി വേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവളെയും കൂട്ടിയിട്ട് ജസ്റ്റ് മണ്ഡപത്തിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് വെച്ചിട്ട് ഈ 2 വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി അവിടെ കഥ പറഞ്ഞിട്ട് വരികയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി കഥ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അത് പോണ വഴിക്ക് നല്ല രസമാണ്. ഭയങ്കര ഒരു ചെറിയ ഇടുങ്ങിയ വഴി, കാട്ടുപ്രദേശം പോലെയുള്ളതാണ്. അതിൻ്റെ ഫ്രണ്ടിലും തന്നെ നല്ല രസമായിരിക്കും ഗൈസ്. അപ്പോൾ ഒരു അമ്പലം അതിൻ്റെ ഫ്രണ്ടിലാണ്, ഒരു മണ്ഡപം പോലെ ഒരു ഹാളാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് പേരല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ട് അവിടെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് മോർണിംഗ് കുറച്ച് നേരത്തെ ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു ഒരു ടേബിൾ എടുക്കാൻ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീടെത്തി. അടുത്ത കയ്യിലും മൈലാഞ്ചി വർക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ മൈലാഞ്ചി ഇടുക, ഞാൻ വായി നോക്കിയിരിക്കുക. എനിക്ക് ഇടാൻ അറിയില്ലായിരുന്നു. പിന്നെ കുട്ടികളൊന്നും അടങ്ങിയിരിക്കാണ്ട് വെറുതെ റൂമിലോട്ട് വന്ന് അത് ചെയ്യണം ചേച്ചി, ഇത് ചെയ്യണം ചേച്ചി, അങ്ങനെ പിന്നെ പാട്ട് വെക്കാൻ പറഞ്ഞു. പാട്ട് വെച്ച് കൊടുക്കൽ, കളിയും ഡാൻസും അങ്ങനെ ഓരോ കാര്യങ്ങൾ. ചേച്ചി ഇങ്ങനെ വെക്കുക, ചേച്ചി അങ്ങനെ വെക്കുക, ചേച്ചി പരിപാടി വർണ്ണത്തിന് വീട് ഫുള്ളും നിറഞ്ഞു നിൽക്കണൊരു വൈബായിരിക്കും. പിന്നെ മേമ, ഞാൻ, ആദി, ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ആർഷി വന്നു. ഞങ്ങളൊക്കെ കൂടി ഓരോ പാട്ട് വെച്ച് ഒരേ കളിയായിരുന്നു. അപ്പോൾ ആർഷിയെന്ന് പറഞ്ഞ് നമുക്ക് കളിക്കാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ 3 ആളായിരുന്നു അന്നത്തെ താരങ്ങൾ. രഞ്ജു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്റ്റീവല്ല. ഞങ്ങൾ 3 ആളും കളിച്ചു. ആതിര പിന്നെ ഫുൾ വൈബാണ്. അവളാണ് അത്യാവശ്യം ഞങ്ങൾക്ക് നന്നായി ഡാൻസ് കളിക്കും. അപ്പോൾ അവൾ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഞങ്ങൾ ഫുള്ള് വൈബാക്കി. അപ്പോൾ ഓരോരുത്തരും വിളിക്കാൻ വരുവാണ് കളിക്കാൻ വേണ്ടി. പക്ഷെ അവരൊന്നും വരില്ല, നിങ്ങൾ യൂട്യൂബിലിടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വിടുകയാണ്. അപ്പോൾ ഞങ്ങളത് കുറേ കളിച്ച് അവസാനം ക്ഷീണിച്ച് ടയർഡായി. പിന്നെയും ബിഹൈൻഡ് സീൻ, അതായത് മൈലാഞ്ചി ഇടാൻ വന്നു, ബാക്കി ഫിനിഷ് ചെയ്യണമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയും ഫിനിഷ് ചെയ്യാനായിട്ട് വീണ്ടും ഞങ്ങൾ എത്തി ഗൈസ്. അതിനിടയിൽ എല്ലാവർക്കും വിശന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് ഇട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആതിരയ്ക്ക് വാരി കൊടുത്തു, ആർഷയ്ക്ക് രഞ്ജു വാരി കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങി. അന്ന് നല്ല രസമെന്ന് ചന്ദ്രനെ കാണാൻ. അപ്പോൾ ഞാൻ തക്കടെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഇതാണ് ഞങ്ങളുടെ പ്രഭി. ഇവനാണ് ഞങ്ങൾക്ക് വീഡിയോസ് എടുത്തിരുന്നത് ഇന്ന്. അതിനുശേഷം പിന്നെ രഞ്ജുവിനൊരു മോഹം മൈലാഞ്ചി ഇടണമെന്ന് വെച്ചിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തു ആതിര. അതിനുശേഷം ഞങ്ങൾ ക്യൂടെക്സ് ഇതടിച്ചാൽ നന്നായിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ച് അതും ഇതും മാറ്റി അടിക്കലായിരുന്നു എല്ലാവരുടെ പണിയും. അതായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകണം. എല്ലാവർക്കും ടയർഡായി, മോർണിംഗ് നേരത്തെ എണീക്കണം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കിടന്നു ഗൈസ്. അപ്പോൾ രാവിലത്തെ വീഡിയോയുമായി നാളെ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.